ഹായ് ഫ്രണ്ട്സ്. സോ ഈ സെക്ഷനിൽ നമ്മൾ ടെൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്കമിങ് PSC SSC പോലുള്ള എക്സാംസിനൊക്കെ ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാമറാണ് ടെൻസസ്. ഓക്കെ, അപ്പം നമ്മൾ ടെൻസ് തറവായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ഗ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ നമ്മൾക്കൊരു 3 സെക്ഷൻ കൊണ്ട് ടെൻസിനെ നല്ല രീതിയിൽ അരച്ച് കലക്കി കുടിക്കാം. ഓക്കെ, സോ ഏറ്റവും ഈസി ആയിട്ട് ടെൻസ് പഠിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ പറ്റും. ദെൻ ടെൻസ് നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും ബേസ് ആണ്. എല്ലാ ടെൻസിൻ്റെ ബേസ്, എല്ലാ ഗ്രാമറിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടെൻസ് ആണ്. ഓക്കെ, സോ ടെൻസ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ബാക്കി എല്ലാ ഗ്രാമറും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് 3 ടെൻസ് ആണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കും. പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ആൻഡ് പാസ്റ്റ് ടെൻസ്. ഈ 3 ടെൻസ് നമുക്കൊരു 3 സെക്ഷൻ കൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഈസി മെത്തേഡിൽ പഠിച്ചെടുക്കാം. ഓക്കെ, സോ ടെൻസ് പ്രധാനമായിട്ട് എത്രയാണ്? 3 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ആ 3 ടെൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, പ്രധാനമായിട്ട് 3 ടെൻസ് പ്ലസ് ഓരോ ടെൻസിനും 4 വകഭേദങ്ങളുണ്ട്. ഓക്കെ, ഓരോ ടെൻസിനും 4 വകഭേദങ്ങളുണ്ട്. ആ വകഭേദങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യം വരുന്ന ആരാണ്? ആദ്യം വരുന്നത് സിമ്പിൾ ഫോം. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാം. അപ്പൊ ആദ്യത്തെ ആളാണ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഇവരുടെ സിമ്പിൾ ഫോം ആണ് സിമ്പിൾ പ്രസന്റ്. പാസ്റ്റ് വരുമ്പം സിമ്പിൾ പാസ്റ്റ്, ഫ്യൂച്ചർ വരുമ്പം സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, അടുത്ത് വരുന്ന ആരാണ്? കണ്ടിന്യൂസ് ഫോംസ് ആണ്. ഓക്കെ, അടുത്ത കണ്ടിന്യൂസ് ഫോംസിനെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം വരുന്ന സിമ്പിൾ ഫോംസ്, രണ്ടാമത് കണ്ടിന്യൂസ് ഫോംസ്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, CT അണ്ടർസ്റ്റാൻഡ്. പ്രസന്റ് കണ്ടിന്യൂസ്. ഇവിടെ എന്ത് വരും? പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ സെക്ഷൻ കണ്ടിന്യൂസ് ഫോംസ് ആണ്. അടുത്തത് പെർഫെക്റ്റ് ടെൻസുകളാണ്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് ടെൻസ് വരുമ്പം പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് കഴിഞ്ഞു. ഇനി പെർഫെക്റ്റുകളുടെ കണ്ടിന്യൂസ് ഉണ്ട്. ഓക്കെ, പെർഫെക്റ്റ് CTNS കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ എന്ത് വരും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് ഈസിയാണ് എഴുതാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പം നോക്കി, ബേസിക് ആയിട്ട് നമുക്ക് 3 ടെൻസ് ആണ് ഉള്ളത്. പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ആൻഡ് ഇവർക്ക് 3 പേർക്കും എന്തുണ്ട്? 4 ഡിവിഷൻ ഉണ്ട്. സിമ്പിൾ സെൻസിൽ വരുന്നുണ്ട്, കണ്ടിന്യൂസ് ഫോംസ് വരുന്നുണ്ട്, പെർഫെക്റ്റ് ഫോംസ് വരുന്നുണ്ട്, പെർഫെക്റ്റിന്റെ കണ്ടിന്യൂസ് ഫോംസ്. ഓക്കെ, അങ്ങനെ 3 പേർക്കും 4 ഡിവിഷൻ വെച്ച് ടോട്ടൽ നമ്മൾ എത്ര ടെൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്? 12 ടെൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ 12 ടെൻസും എക്സാംസിന് ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഓരോ ടെൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഒരുപാട് വലിച്ച കാര്യമൊന്നും പഠിക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ടെൻസ് പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. സോ നമുക്ക് ഓരോന്നിനും ഇന്ന് നമ്മളിപ്പോൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾ ടെൻസ് പഠിക്കുന്നതിന് മുന്നേ 2 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വെർബും നൗണും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. ഓക്കെ, വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രവൃത്തികളെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രവൃത്തിയെ കുറിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷനെ കാണിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുക. എക്സാമ്പിൾ എന്താ? ഈറ്റ്സ്, പ്ലേസ്, ഡാൻസ്. ഓക്കെ, പിന്നെന്താണ്? റീഡ്സ്, റൈറ്റ്സ്. ഓക്കെ, എങ്ങനെ നമ്മുടെ ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തിയെ കാണിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയാം. നൗൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പേരിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിനെ സൂചിപ്പിക്കുന്നതാണ്. നെയിം ഒക്കെയാണ് നമ്മൾ നൗൺസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വെർബ് എടുക്കുമ്പോൾ അതുപോലെ നൗൺ എടുക്കുമ്പോൾ, ഓക്കെ, വെർബില് സിംഗുലർ എടുക്കുമ്പോൾ എസ്സിൽ എൻഡ് ചെയ്യുന്നത് സിംഗുലർ ആയിരിക്കും. ഓക്കെ, വെർബില് എസ്സിൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. നൗണില് എസ്സിൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, സിംഗുലർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരെണ്ണം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ 1 കൂടുതൽ. ഓക്കെ, ഇപ്പൊ വെർബ് പ്ലേസ്, ഇവിടെ പ്ലേസ് എന്ന് വെച്ചാൽ എന്താണ്? എസ്സിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, എസ്സിൽ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക? 1 കൂടുതലുണ്ടല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരു വെർബിന്റെ കേസിൽ എസ്സിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ആ വെർബ് സിംഗുലർ വെർബാണ്.
നൗൺ ആണെങ്കിൽ എന്താണ്, എസ്സിനാണ് എൻഡ് ചെയ്യുന്നത്. ഇപ്പം കോയിൻ, കോയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് ഇല്ല, ഒരെണ്ണേ ഉള്ളൂ, സിംഗുലർ ആണ്. ഓക്കെ, എസ് ഇല്ലാത്തതാണ് നൗണിൽ സിംഗുലർ വരുന്നതും, എസ് ഉള്ളത് വെർബിൽ സിംഗുലർ ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി പ്ലൂറൽ ആണെങ്കിൽ പ്ലേ, എസ് ഇല്ലാതെ വരുമ്പോഴാണ് വെർബിൽ അത് പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എസ് ഉള്ളതും എസ് ഇല്ലാത്തതിന്റെ ഡിഫറൻസ് വെർബും നൗണും നിങ്ങൾ അറിഞ്ഞിരിക്കുക. വെർബിൽ എസ് ഉണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും, എസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. നൗണില് എസ് ഉണ്ടെങ്കിൽ പ്ലൂറൽ ആയിരിക്കും, എസ് ഇല്ലെങ്കിൽ സിംഗുലർ ആയിരിക്കും. അപ്പൊ കോയിൻസ്, കോയിൻസ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കോയിൻസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, അപ്പൊ ഇതെന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ നൗൺ എടുക്കുമ്പം ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ കാണിക്കാൻ എസ് ചേർക്കുന്നു, അത് പ്ലൂറൽ ആയിരിക്കും, എസ് ഇല്ലെങ്കിൽ സിംഗുലർ ആയിരിക്കും. പക്ഷെ വെർബില് എസ് എൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും, എപ്പോഴും സിംഗുലർ ആയിരിക്കും, എസ് ഇല്ലാത്തത് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സ്പ്ലിറ്റിംഗ്, വെർബിനെ സ്പ്ലിറ്റിംഗ്. ഓക്കെ, എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള 3 സഹായക ക്രിയകൾ, ആദ്യം ഓക്സിലറി വെർബുകളുണ്ട്. ഏതാണ് ബേസിക് ആയിട്ടുള്ള ഓക്സിലറി വെർബ്? ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഡൂൺ ഡസും എന്താണ്, ഡൂൺ ഡസും എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസുകളാണ്. ഓക്കെ, പ്രസന്റിനെ കാണിക്കാനും ഡിഡ് പാസ്റ്റിനെ കാണിക്കാനുമാണ്. ഓക്കെ, ഡൂൺ ഡസും പ്രസന്റിനെ കാണിക്കാനും ഡിഡ് പാസ്റ്റിനെ കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെർബില് ഈ ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നതാണ് സഹായക്രിയ. ഇവരുടെ പ്രത്യേകത എന്താ? ഡു, ഡസ്, ഡിഡ് എന്ന് വെച്ചാൽ നമ്മുടെ വെർബിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളാണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്തു എന്ന് കാണിക്കാൻ, പ്രവൃത്തി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ഒരു ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും ഡു, ഡസ്, ഡിഡും. അപ്പോ നമ്മൾ എപ്പോഴും ടെൻസ് അല്ലെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ക്ലോസ് എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് വെർബ് സ്പ്ലിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ടെൻസ് ആണെങ്കിലും ടാഗ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, പ്രധാനമായിട്ടും ടെൻസിലും അത് കണക്കാണ് ക്വസ്റ്റ്യൻ ടാഗിലുമാണ് പ്രധാനമായിട്ട് വെർബ് സ്പ്ലിറ്റിംഗ് വരുന്നത്. സോ വെർബ് സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻസും ടാഗും ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ സ്പ്ലിറ്റ്, ഇപ്പൊ പ്ലേസ്. ഓക്കെ, പ്ലേസ് എന്ന് പറയുന്ന ഒരു വെർബ്, ഓക്കെ, ഇത് നിങ്ങൾക്ക് എസ്സിൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയാം, എന്താണ്, സിംഗുലർ ആണ് പ്ലേസ്. ഓക്കെ, പ്ലേസ് എസ്സിൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് സിംഗുലർ വെർബാണ്. ഓക്കെ, ഈ എസ് നിങ്ങൾ എൻഡ് ചെയ്യുന്നെങ്കിൽ അത് ഓർത്തോണം. പ്ലേസ് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്, ഡസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് ഉണ്ട്. ഡസ് സിംഗുലർ ആണ്. ഓക്കെ, ഡസ് സിംഗുലർ ആണ്. പ്ലേ പ്ലസ് ഡസ് ആണ് എന്തെന്ന് പറയുന്ന പ്ലേസ്. അപ്പൊ ഈ പ്ലേസിന് നമുക്ക് ആരെങ്കിലും പുറത്തെടുക്കാം, ഡസ്സിന് പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഡസ് ആണെങ്കിൽ എൻഡ് ചെയ്യുന്ന എന്തായിരിക്കും, എസ്സിലായിരിക്കും എൻഡ് ചെയ്യുന്ന ആ വെർബ്. ഓക്കെ, പ്ലേസ്, പ്ലേസ് എന്ന് പറയാം പ്ലേ പ്ലസ് ഡസ് ആണ് പ്ലേസ്. ഓക്കെ, അത് കണക്ക് ഈറ്റ്സ്, ഈറ്റ് പ്ലസ് എസ്സിൽ എൻഡ് ചെയ്യുന്നു. കണ്ടോ, ഇത് സിംഗുലർ വെർബാണ്, എസ്സിൽ എൻഡ് ചെയ്യുന്ന സിംഗുലർ വെർബാണ്. ഈറ്റ് പ്ലസ് ഡസ് ആണ് ഈറ്റ്സ്. ഓക്കെ, പിന്നെ റീഡ്സ്. ഓക്കെ, റീഡ് പ്ലസ് ഡസ് ആണ് റീഡ്സ്. ഇതൊക്കെ എന്തിനെ കാണിക്കുന്ന, പ്രസന്റ് ടെൻസുകളാണ് അല്ലെങ്കിൽ സിംഗുലർ വെർബുകളാണ്. ഓക്കെ, റൈറ്റ്സ്, എസ്സിൽ എൻഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ് പ്ലസ് ഡസ് ആണ് റൈറ്റ്സ്. ഇപ്പൊ നിങ്ങൾ ഗ്രാമറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, റൈറ്റ് പ്ലസ് ഡസ് നല്ല തരുന്ന റൈറ്റ്സ് എന്നാണ് തരാം. അപ്പൊ നിങ്ങളിപ്പോൾ ടാഗ് ചെയ്യുമ്പോഴും ടെൻസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, എസ് ഉള്ളതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുക, ഡസ് ആണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലേ, പ്ലേ എന്ന് പറയുന്നത് എന്താണ്, എസ് ഇല്ല, അപ്പൊ ഇവിടെ എന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, എസ് ഇല്ലാത്ത വെർബ് എന്താണ്, പ്ലൂറൽ ആണ്. എസ് ഉള്ളത് സിംഗുലർ വെർബുമാണ്. നൗൺ എടുക്കുമ്പോൾ എസ് ഉള്ളത് എന്താണ്, പ്ലൂറലും, എസ് ഇല്ലാത്തത് സിംഗുലർ. ഇപ്പൊ പ്ലേ എന്ന് പറയുന്ന ഒരു പ്ലൂറൽ വെർബ് എടുത്ത ഇതിനകത്ത് എന്താണുള്ളത്, പ്ലേ പ്ലസ് ഡു ആണ് പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്ലൂറൽ ആണ്, എസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും ഇരിക്കുക, ഡു ആയിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പൊ ഈ പ്ലേന്ന് ആരെ സ്പ്ലിറ്റ് ചെയ്യാം, പ്ലേയിനെയും ഡു, പ്ലേ പ്ലസ് ഡു ചേരുന്നതായിരിക്കും പ്ലേ. again eat. Okay, eat plus do ആണ് eat. read, read plus do ആണ് read. Okay, write, write plus do ആണ് റൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും എസ് ഇല്ല, കാരണം ഇതൊക്കെ പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആണെങ്കിൽ ഇവരിൽ ആരായിരിക്കും ഉണ്ടാവുക, ഡു ആണ്. ഡു ഒരു പ്ലൂറൽ ആണ്, പ്ലൂറൽ ഓക്സിലറി വെർബാണ്. ഇനി ഇതുപോലെ തന്നെ എന്താണ്, ഡിഡിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇ ഡിയിൽ എൻഡ് ചെയ്യുക. പ്ലേഡ്, അപ്പൊ ഇതിനകത്ത് ആരുണ്ടാവും, ഇ ഡിയിലാണ് എൻഡ് ചെയ്യുന്നത്, അപ്പൊ ഡിഡ്, ഡിയിൽ എൻഡ് ചെയ്യുന്നു. കണ്ടോ, പ്ലേ പ്ലസ് ഡിഡ് ആണ് പ്ലേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റ്, ഈറ്റ് ഏറ്റ് ഏറ്റ്, തേർഡ് ഫോം ഏറ്റ്. ഏറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈറ്റ് പ്ലസ് ഡിഡ് ആണ് ഏറ്റ്. ഓക്കെ, റീഡിന്റെ നമ്മൾ പാസ്റ്റ് ടെൻസ് എന്താ, എന്താ റീഡ് തന്നെയാണ്.
റീഡ് പ്ലസ് ഡിഡ് ആണ് റീഡ്. ഓക്കെ, പിന്നെ റൈറ്റ് റോട്ട് റിട്ടൺ. ഓക്കെ, റൈറ്റ് പ്ലസ് ഡിഡ് ആണ് റിട്ടൺ. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾ ഇങ്ങനെ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, വെർബിൽ നിന്ന് ഓക്സിലറി വെർബ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെൻസ് ആൻഡ് ടാഗും പഠിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ സിംഗുലറും പ്ലൂറലും നൗണും വെർബും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ടെൻസിനെ പഠിക്കാം. ഓക്കെ, നമ്മുടെ ആദ്യ ടെൻസ് എന്ന് പറയുന്ന ആരാണ്? പ്രസന്റ് ടെൻസ് ആണ്. ആദ്യത്തെ ടെൻസ് പ്രസന്റ് ടെൻസ്. ഒരു ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അതിൻ്റെ ഒരു റൂട്ട് ഫോം പഠിക്കുക, റൂട്ട് ഫോം എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കീവേഡ്സും പഠിക്കുക. ഓക്കെ, റൂട്ട് ഫോമും കീവേഡ്സും ആണ് നമ്മൾ ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലിങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രസന്റ് ടെൻസിന്റെ റൂട്ട് ഫോം എന്താണെന്ന് അറിയാമോ? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഓക്കെ, ഇതാണ് പ്രസന്റ് ടെൻസിന്റെ റൂട്ട് ഫോം. നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഓക്കെ, ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഹി ആണ് സബ്ജക്റ്റ്. ഇവിടെ ആരാണ്? വെർബ് എന്താണ്? പ്ലേ എന്നുള്ളതാണ്, കളിക്കുക അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നു, കളിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് വെർബ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സബ്ജക്റ്റും ഉണ്ട് വെർബും ഉണ്ട്. ഇതിൽ നിങ്ങൾ ഇനി നോക്കണേ എന്താണ്? സബ്ജക്റ്റും വന്നു വെർബും വന്നു. ഇവിടെ ഡൂൺ ഡസും എവിടെയാണ്? സഹായക ക്രിയ എവിടെയാണെന്നാണ് നോക്കുക. ഈ പ്ലേ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പ്ലേ പ്ലസ് എന്താണ്? ഡസ് ആണ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരുണ്ട്? ഡസ് ഉണ്ട്. ഓക്കെ, സബ്ജക്റ്റ് ഹി, ഓക്സിലറി വെർബ് ഡു ഓർ ഡസിൽ ആരാണുള്ളത്? ഡസ് പ്ലസ് വെർബ്. ഓക്കെ, പ്ലേ എന്നുള്ള വെർബ്. സോ ഹി പ്ലേസ് ക്രിക്കറ്റ്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ഹി വരുന്നു. ഹി എന്ന് പറയുന്ന ആരാണ്? അവൻ. അവൻ എന്ന് വെച്ചാൽ സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ കൂടെ സിംഗുലർ വെർബുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് പ്ലേസ് വന്നത്. ഓക്കെ, ഹി സിംഗുലർ ആയതുകൊണ്ട് പ്ലേസ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, ദേ ആണ് പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ദേ വരുമ്പോൾ എന്ത് വരും? പ്ലേ വരും. ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ പ്ലൂറൽ എന്താണ്? പ്ലേ ആണ്. പ്ലേയിൽ ആരുണ്ട്? പ്ലേ പ്ലസ് ഡു ഉണ്ട്. ഓക്കെ, ഇവിടെ ആര് വന്നു? ഡു വന്നു. കണ്ടോ? സബ്ജക്റ്റ് ദേ, ഡു പ്ലസ് അല്ലേ? ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, വെർബ് പ്ലേ. ഓക്കെ, ദേ പ്ലേ ക്രിക്കറ്റ്. അപ്പൊ ഈ ടെൻസ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? ഇത് പ്രസന്റ് ടെൻസ് ആണ്. കാരണം ഇവിടെ വെർബ് എന്തിൽ എൻഡ് ചെയ്യുന്നു? ഡു ഓർ ഡസിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബിലും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബിലും എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ വേർഡ്സ് എന്തിനാണ് നിങ്ങൾ സിമ്പിൾ പ്രസന്റ് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ കണ്ടീഷൻസ് പഠിക്കാം. ഒന്നെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഹാബിച്വൽ ആക്ഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഹാബിച്വൽ ആക്ഷൻസ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഐ ഗെറ്റ് അപ്പ് അറ്റ് 4:30 AM. ഞാൻ രാവിലെ 5 മണിക്ക് 4:30 എല്ലാ ദിവസവും എഴുന്നേൽക്കും. ഓക്കെ, ഇവിടെ ഐ എന്ന് പറയുന്ന ആരാണ്? പ്ലൂറൽ ആണ്. ഓക്കെ, ഐ പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് ഗെറ്റ് വന്നത്. ഓക്കെ, ഹി ആണെങ്കിൽ എന്ത് വരും? ഹി ഗെറ്റ്സ് എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഐ ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ് 4:30 ഏർലി മോർണിംഗിന് ഞാൻ എന്നും എണീക്കാറുണ്ട്. സോ ഇത് ഡെയിലി നടക്കുന്ന ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഞാൻ സ്ഥിരമായി 4:30 എഴുന്നേക്കാറുണ്ട്. സോ ഇങ്ങനത്തെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്ത്സ് നമ്മൾ പ്രപഞ്ച സത്യങ്ങൾ എന്നൊക്കെ പറയാം. അതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മളുടെ വേർഡ്സ് കൊണ്ട് നമുക്ക് അവരൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പം യൂണിവേഴ്സൽ ട്രൂത്ത് ഓൾവേസ് എന്ത് തന്നെയായിരിക്കും? പ്രസന്റ് ടെൻസിലായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് പ്രസന്റ് ടെൻസ് എഴുതുക. എക്സാമ്പിൾ എന്താണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, സൂര്യൻ എവിടെ ഉദിക്കുന്നു? കിഴക്കിൽ ഉദിക്കുന്നു. സൂര്യൻ എല്ലാ പ്രാവശ്യവും കിഴക്കിൽ തന്നെയാണ് ഉദിക്കുന്നത്. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് എന്ത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്? പ്രസന്റ് ടെൻസ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഈ എസ്സിലാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ ഡസ് ഉണ്ട്. റൈസസ് എന്ന് വെച്ചാൽ റൈസ് പ്ലസ് ഡസ് ആണ് റൈസസ്. ഓക്കെ, അപ്പൊ സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത് കിഴക്കിലാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഓക്കെ, എർത്ത്, ദ എർത്ത് ആണ്. എർത്ത് റിവോൾവ്സ്
അറൗണ്ട് ദ സൺ. ഓക്കെ, എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ സിമ്പിൾ പ്രസന്റ്. ഓക്കെ, പിന്നെ അതാണ് തന്നെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സയന്റിഫിക് ആയിട്ടുള്ള ട്രൂത്തുകൾ ഒക്കെ പറയാൻ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. സയന്റിഫിക് ട്രൂത്ത് എക്സാമ്പിൾ, വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees Celsius. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. കണ്ടോ, ബോയിൽസ്, സിമ്പിൾ പ്രസന്റ്, ബോയിൽസ്. കണ്ടോ, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം തിളയ്ക്കുന്ന ഏത് ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതൊരു പ്രപഞ്ച സത്യമാണ്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ട്രൂത്താണ്. ഇത് മാറത്തില്ല, സ്റ്റാറ്റിക്കാ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും എന്തിൽ പറയും? സിമ്പിൾ പ്രസന്റിൽ പറയും. ഓക്കെ, അതുപോലെ തന്നെ ദ വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ഓക്കെ, തടി എപ്പോഴും വെള്ളത്തിന്റെ മുകളിൽ ഒഴുകി തന്നെയാണ് നടക്കുന്നത്. തടി സിങ്ക് ചെയ്ത് പോവോ? ഇല്ല. അപ്പൊ അതൊരു സയന്റിഫിക് ട്രൂത്ത് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ പ്രോവർബ് കൊട്ടേഷൻസ്. ഓക്കെ, പ്രോവർബ്സ്, കൊട്ടേഷൻ, ഇതൊക്കെ എപ്പോഴും സിമ്പിൾ പ്രസന്റിൽ മാത്രമായിരിക്കും പറയുന്നത്. ഓക്കെ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, ഉദ്ധരണികൾ, ഇതൊക്കെ എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമ്പിള്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓക്കെ, വിന്ന് പറയില്ല, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. കണ്ടോ, വിൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രോവർബ്, കൊട്ടേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ പ്രസന്റിലായിരിക്കും പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചുറപ്പിച്ച ഒരു ഭാവി കാര്യം പറയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്യൂച്ചർ ഈവന്റ്സ് ആണ്. ഓക്കെ, ഒരു ഫ്യൂച്ചർ ഈവന്റ് that already planned. ഓക്കെ, ഒരു ഫ്യൂച്ചർ ഈവന്റ് ദാറ്റ് ഓൾറെഡി പ്ലാൻ. നമ്മൾ ഓൾറെഡി എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ഈവന്റിനെ എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. ഫ്യൂച്ചർ ഈവന്റ് ആണ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ട് അത് ഭാവി കാലം ആവില്ല. ഓക്കെ, ഫ്യൂച്ചർ ടെൻസ് ആകില്ല. ഫ്യൂച്ചറിലാണ് നടക്കുന്നത്, പക്ഷെ നമ്മൾ ഓൾറെഡി അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഓൾറെഡി പ്ലാൻഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നടക്കുന്നത് ഫ്യൂച്ചറിലാണെന്നേ ഉള്ളൂ. സോ അങ്ങനെയുള്ള ടെൻസുകൾ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ, ദ സ്കൂൾ ഓപ്പൺസ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഓക്കെ, സ്കൂൾ ഓപ്പൺസ് നെക്സ്റ്റ് മന്ത്. സ്കൂൾ അടുത്ത മാസം തുറക്കും. അത് ഫിക്സഡ് ആണ്. ഓക്കെ, സ്കൂൾ ഓപ്പൺസ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം സ്കൂൾ തുറക്കും. ഓക്കെ, ഈ അടുത്ത മാസം സ്കൂൾ തുറക്കും എന്ന് പറയുന്നത് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ സ്കൂൾ തുറക്കുന്ന അടുത്ത മാസമാണ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആകില്ല. ഓക്കെ, അടുത്ത മാസമാണ് സ്കൂൾ തുറക്കുന്നത്, പക്ഷെ ആ കാര്യം നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. സോ അതുകൊണ്ട് അത് പ്രസന്റ് ടെൻസിലാണ് വരുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ ഓക്കെ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് മന്ത്. പ്രൈം മിനിസ്റ്റർ നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യും? കേരള വിസിറ്റ് ചെയ്യും, കേരളം വിസിറ്റ് ചെയ്യും. സോ ഈ ഒരു കാര്യം വിസിറ്റ്സ് കണ്ട, ഈ ഒരു കാര്യം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ അടുത്ത മാസം കേരളത്തിൽ വരും എന്നുള്ളത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഓക്കെ, വരുന്നത് അടുത്ത മാസമാണ്, പക്ഷെ അത് ഫ്യൂച്ചർ അല്ല. ഏത് ടെൻസിലാണ്? ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് എന്തിൽ വരെ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കും. ഓക്കെ, ദ ട്രെയിൻ ലീവ്സ് അറ്റ് 4 o'clock. ഓക്കെ, 4 മണിക്ക് ട്രെയിൻ എന്ത് ചെയ്യും? പുറപ്പെടും. ഓക്കെ, 4 മണി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അടുത്ത ദിവസം അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമല്ല ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെ വരെ നമ്മൾ ഫ്യൂച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഈവനിങ് 4 മണിക്ക് ട്രെയിൻ എന്ത് ചെയ്യും? പുറപ്പെടാറുണ്ട്. ഓക്കെ,
പുറപ്പെടുന്നത് ഈവനിങ് 4 മണിക്കാണ്, പക്ഷേ അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഏത് ടെൻസിലാണ് വരിക? സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഹാബിച്വൽ ആക്ഷൻസ്, പെർമനന്റ് ട്രൂത്ത്, സയന്റിഫിക് ട്രൂത്ത്, പിന്നെ എന്താണ് നമ്മുടെ പ്രോവർബ്. ഓക്കെ. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഓൾറെഡി നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റിൽ മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ന്യൂസ് പേപ്പർ ഹെഡിങ്സ്. ഓക്കെ, ന്യൂസ് പേപ്പർ ഹെഡിങ്സ്, പിന്നെ ക്രിക്കറ്റ് കമന്ററി ഒക്കെ ഉണ്ടല്ലോ, സ്പോർട്സ് കമന്ററീസ്, ഇതൊക്കെ എന്തിൽ വരും? സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. നിങ്ങൾ അതെപ്പോഴും ഓർത്ത് വെക്കാം. ഓക്കെ, ന്യൂസ് പേപ്പർ ഹെഡിങ്ങുകളും സ്പോർട്സ് കമന്ററീസും ഒക്കെ സിമ്പിൾ പ്രസന്റിലായിരിക്കും വരിക. നമ്മൾ കുറച്ച് കീവേഡ്സ് പഠിക്കുക. ഇതാണ് കീവേഡ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കണ്ടുപിടിക്കാനുള്ള കീവേഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, സിമ്പിൾ പ്രസന്റിനെ കണ്ടുപിടിക്കാനുള്ള കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്? അതായത് ഓൾവേസ്. ഓക്കെ, ഓൾവേസ് ഉണ്ടെങ്കിൽ ആ ടെൻസ് എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റിലായിരിക്കും. എവരി ഡേ. ഓക്കെ, എവരി വെച്ചിട്ട് എന്താ വരാം? എവരി മന്ത്. കാരണം ഇത് ഹാബിച്വൽ കാര്യങ്ങളെ കാണിക്കുന്ന, സ്ഥിരമായിട്ട് നടക്കുക. എവരി ഡേ, എല്ലാ ദിവസവും. എവരി മന്ത്, എവരി ഇയർ, എവരി ചേർന്ന് വരുന്ന കാര്യങ്ങൾ. എവരി ഡേ എല്ലാ ദിവസവും നടക്കാറുണ്ട്. എവരി മന്ത് എല്ലാ മാസവും നടക്കാറുണ്ട്. എവരി ഇയറിൽ നടക്കാറുണ്ട്. ഓൾവേസ് എപ്പോഴും നടക്കാറുണ്ട്. ഡെയിലി. ഓക്കെ, പിന്നെ സംടൈംസ്. ഓക്കെ, പിന്നെ അതാണ് തന്നെ മെനി ടൈംസ്, സെൽഡം വല്ലപ്പോഴും. ഓക്കെ, ഹാർഡ്ലി. ഓക്കെ, ജനറലി, യൂഷ്വലി, റെഗുലർലി റെഗുലറായിട്ട്, ഓഫൺ വല്ലപ്പോഴും, നെവർ. ഓക്കെ, നെവർ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ടെൻസിൽ വരാത്ത വേർഡാന്ന് വിചാരിക്കരുത്. നെവർ. ഓക്കെ, നെവർ ഒക്കെ വരുമ്പോൾ എന്താണ്? അത് സിമ്പിൾ പ്രസന്റിൽ വരുന്നതാണ്. എവരി പ്ലസ്, എവരിയുടെ കൂടെ ഈ പറഞ്ഞ കണക്ക് എവരിയുടെ കൂടെ എവരി ഡേ, എവരി മന്ത്, എവരി ഇയർ. ഓക്കെ, പിന്നെ ഇത്രയുമാണ് കീവേഡ്സ് എന്ന് പറയാം. ഈ കീവേഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓൾവേസ്, ഡെയിലി, സംടൈംസ്, എവറി ഡേ, എവരി മന്ത്, എവരി ഇയർ, മെനി ടൈംസ്, സെൽഡം, ഹാർഡ്ലി, ജനറലി, യൂഷ്വലി, റെഗുലർലി, ഓഫൺ, നെവർ. സോ ഇതൊക്കെ സിമ്പിൾ പ്രസന്റിന്റെ കീവേഡ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കാണിക്കാം. എന്റെ ക്വസ്റ്റ്യന്റെ പ്രിന്റ് ഔട്ട് ഇല്ല. സോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കാണിക്കാം. ഹി ഡാഷ് tea every morning. Okay, he dash tea every morning. Example എന്ന് ആൻസർ എന്ന് പറയുന്നത് drinks, B drink, C is drinking, D drunk. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഹി ഡാഷ് ടി എവരി മോർണിംഗ്. എല്ലാ ദിവസവും അയാൾ ടീ കുടിക്കും എന്നാണ്, ചായ എല്ലാ ദിവസവും കുടിക്കും. അപ്പം ഇവിടെ നമ്മുടെ കീവേഡ് എന്താണ്? എവരി മോർണിംഗ് ആണ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും. സോ ഇതാണ് നമ്മൾ കീവേഡ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞത്. ഈ കീവേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഈ സെന്റൻസിന്റെ ടെൻസ് അറിയാൻ പറ്റും. എവരി മോർണിംഗ് ഉള്ളതുകൊണ്ട് ഈ സെന്റൻസ് എന്ത് ടെൻസ് ആണെന്ന് നമുക്ക് പറയാം, സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്തിലായിരിക്കും വരിക? സിമ്പിൾ പ്രസന്റിൽ എന്തായിരിക്കും? പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഡ്രിങ്ക്സ് ആയിരിക്കും ആൻസർ എപ്പോഴും വരുന്നത്. ഹി ഡ്രിങ്ക്സ്. ഓക്കെ, ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ്. കാരണം സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് എന്തായിരിക്കണം? ഡു ഓർ ഡസ്റ്റിൽ എൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഡ്രിങ്ക് പ്ലസ് ഡസ് ആണ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞത്. സോ ഇവിടെ ഡസ് ഉള്ളതുകൊണ്ട് ഡ്രിങ്ക്സ് ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ, ഞാൻ പി എം ജസ്റ്റ് എഴുതാം. പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമാറോ to inaugurate the function. Okay, the Prime Minister dash tomorrow to inaugurate the function. Okay, A എന്ന് പറയുന്നത് arrives, B എന്ന് പറയുന്നത് had arrived, C എന്ന് പറയുന്നത് arrived, D arrived. Okay,
അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമാറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. നാളെ എന്ത് ചെയ്യും? പ്രൈം മിനിസ്റ്റർ ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, നാളെ പ്രൈം മിനിസ്റ്റർ ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. എന്താണ് ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമാറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ? ഇവിടെ എന്തില്ല, കീവേഡ് ഒന്നും നിങ്ങൾ നോക്കിയിട്ട് കാണില്ല. ഓക്കെ, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, ടുമാറോ നാളെ വരും എന്നുള്ളൊരു ഡേറ്റ് ഉണ്ട്. എന്താണ് വെർബ്? എന്താ? ഇനാഗുറേറ്റ് ചെയ്യുക, ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ഇത് സിമ്പിൾ പ്രസന്റ് ആണ് ഏത് ടെൻസ് ആണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നോക്കി, എവരി മോർണിംഗ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ എവരി കൂടെ വരുന്ന പ്ലസ് എവരിയുടെ കൂടെ എന്ത് വന്നാലും അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണെന്നും ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ എന്തില്ല, ഒരു കീവേഡ് തന്നിട്ടില്ല. പക്ഷെ ഈ ഒരു ടെൻസ്, ഈ ഒരു സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കിയേ. അടുത്ത നാളെ പ്രൈം മിനിസ്റ്റർ ഒരു ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യാൻ വരും. അപ്പൊ ഈ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി നാളെ വരുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമാണ്. ഓക്കെ, നടക്കുന്നത് നാളെ, അതായത് ഫ്യൂച്ചറിലാണ് നടക്കുന്നത്, പക്ഷെ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ ഓൾറെഡി തീരുമാനിച്ച കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഓൾറെഡി തീരുമാനിച്ച കാര്യങ്ങൾ എന്താണ് വരുന്നത്? സിമ്പിൾ പ്രസന്റ് ആണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്തായിരിക്കും? അറൈവ്സ് ആയിരിക്കും അല്ലേ? സോ ഓൾറെഡി തീരുമാനിച്ച ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സോ അത് എന്തിൽ വരും? സിമ്പിൾ പ്രസന്റിൽ വരും. സോ അറൈവ്സ് ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, സോ അടുത്ത ടെൻസ് നമുക്ക് പഠിക്കാം. അടുത്ത പ്രസന്റിന്റെ ഫോം ഏതാണ്? നമ്മൾ സിമ്പിൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് പഠിക്കാം. ഓക്കെ, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ്. ഓക്കെ, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ആദ്യം നമ്മൾ എന്ത് പഠിക്കുക? കീ വേർഡ് നോക്കുക, അതുപോലെ തന്നെ റൂട്ട്. ഓക്കെ, റൂട്ട് ഫോമും പഠിക്കാം. നമ്മൾ ആദ്യം ഇതിന്റെ റൂട്ട് ഫോം പഠിക്കാം. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ റൂട്ട് ഫോം എന്ന് പറയുന്നത്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, ഇതെങ്ങനെയാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സബ്ജക്റ്റ് വെർബ് നിങ്ങൾ കളയുക. സബ്ജക്റ്റ് വെർബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇത് എന്ത് ടെൻസ് ആണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയാ. അപ്പൊ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണിക്കാൻ, കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ ING ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. അത് എപ്പോഴും ഓർക്കുക. കണ്ടിന്യൂസ് ടെൻസിന്റെ എല്ലാം ലാസ്റ്റ് എന്തുണ്ടാവും? ING ഉണ്ടായിരിക്കും. കാരണം ഇത് ഓൾറെഡി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ആം ആർ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം ഈസ് ആം ഓർ ആർ എന്ന് പറയുന്നത് പ്രസന്റ് ഫോം ആണ്. ഇതിന്റെ പാസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും? വാസ് ഓർ വെയർ പറയും. ഓക്കെ, വാസ് ഓർ വെയർ പറയും. ഈസ് ആം ആർ പ്രസന്റ് ഫോമിനെ കാണിക്കുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ഓക്സിലറി വെർബ്സ് ആണ് ഇത്. ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഓക്സിലറി വെർബ്സ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ഓക്സിലറി വെർബ്സ് ആണ് വാസും വെയറും. ഓക്കെ, ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്, പ്രസന്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കും? ഈസ് ആം ആർ ഉപയോഗിക്കും. ഓക്കെ, അത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ലാസ്റ്റ് INGയും ഉപയോഗിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു സെന്റൻസ് തരുമ്പം ആ ഒരു ടെൻസിൽ ഈസ് ആം ആറും ING ഉണ്ടോ എന്ന് നോക്കുക. ഈസ് ആം ആറും ING ഉണ്ടെങ്കിൽ അത് എന്ത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഈക്വൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്തായിരിക്കും? വാസ് ഓർ വെയർ പ്ലസ് ING ആയിരിക്കും. വാസും വെയറും ഇതിന്റെ പാസ്റ്റ് വരും. പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഇതിന്റെ പാസ്റ്റ് വരും. ഇതിന് കറസ്പോണ്ടിങ് പാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആം ആറിന്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് വാസ് ഓർ വെയർ ആണ്. ഇവിടെ ING ഉള്ളതുകൊണ്ട് തന്നെ പാസ്റ്റിലും കണ്ടിന്യൂസിൽ ING ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ അതിന്റെ പാസ്റ്റ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING വരും. ഓക്കെ, പാസ്റ്റ് നമുക്ക് പിന്നെ പഠിക്കാം. സോ പ്രസന്റ് കണ്ടിന്യൂസിൽ എന്താണ് റൂട്ട് ഫോം എന്ന് പറയുന്നത്? സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, ഇനി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന എന്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിനെ കാണിക്കാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ്
അതാ ഇൻഡിക്കേറ്റ് ആക്ഷൻസ് ഓക്കെ ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീച്ച്. മൊമെന്റ് ഓഫ് സ്പീച്ച് അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അത് കാണിക്കാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഐ ആം ടീച്ചിങ് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് നൗ. ഓക്കെ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് നൗ. ഐ ആം ടീച്ചിങ് ഓക്കെ ഇംഗ്ലീഷ് നൗ. ഞാനിപ്പോൾ എന്താണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന സമയത്ത് ഞാനിവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാനിവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ ഈ സമർ പ്ലസ് ഐ എൻ ജി. ഐ സബ്ജക്റ്റ് ആര് വന്നു? ഐ പ്ലൂറൽ ആണ്. ഐയുടെ കൂടെ എപ്പോഴും എന്താ വരിക? ഐ ആയതുകൊണ്ട് ഇവിടെ ആം വന്നു. ഓക്കെ, ഈ സാമാറിൽ ആം വന്നു പ്ലസ് ഐ എൻ ജി വെർബിന്റെ കണ്ടിന്യൂസ് ഫോം. ടീച്ച് എന്ന് പറഞ്ഞ വെർബിന്റെ കണ്ടിന്യൂസ് ഫോം ടീച്ചിങ്. ഓക്കെ, ഇപ്പോൾ ആം ഉണ്ട്, ഈ സാമാറിൽ ആം ഉണ്ട് പ്ലസ് ഐ എൻ ജി ഫോമും ഉണ്ട്. അപ്പൊ ഇത് എന്തായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് നൗ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓക്കെ ഈസിന്റെ ആണ് നമ്മൾ ഇറ്റ്സ് റെയിനിങ്. റെയിൻ എന്ന് പറയുന്നത് മഴയുടെ പ്ലസ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. റെയിനിങ് ഔട്ട്സൈഡ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് ഈസ് നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, ബട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ടു ഇൻഡിക്കേറ്റ് ആക്ഷൻ ബട്ട് നോട്ട് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീച്ച്. ഓക്കെ, ടു ഇൻഡിക്കേറ്റ് ആക്ഷൻ ബട്ട് നോട്ട് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീച്ച്. നിങ്ങൾ കാര്യം നടക്കുന്നുണ്ട്, പക്ഷെ അത് പറയുന്ന സമയത്തൊന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്തോ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ, ഐ ആം ലീവിങ് നോക്കട്ടെ എവിടെയാ? ഐ ആം ലീവിങ് അറ്റ് കൊല്ലം. ഞാൻ കൊല്ലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ പറയുന്ന സമയത്തൊന്നും അല്ല, ഞാൻ ഓൾറെഡി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ പറയുന്ന മൊമെന്റിൽ തന്നെ നടക്കണമെന്നില്ല, ഇതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ഞാൻ കൊല്ലത്ത് ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഐ എം ലിവിങ് അറ്റ് കൊല്ലം. ഓക്കെ, ഐ എം ലിവിങ് അറ്റ് കൊല്ലം, ഇതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ഓക്കെ, ദെൻ ഹീ ഈസ് വർക്കിംഗ് ഇൻ എ സ്കൂൾ. ഓക്കെ, അവൻ എവിടെ വർക്ക് ചെയ്യുന്നു? സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. നോക്കിയേ, ഇവിടെ കണ്ടോ ആം, ഐയുടെ കൂടെ ആം വന്നു, ലിവിങ് ഐ എൻ ജി ഫോം വന്നു. കണ്ടോ, ഈ സാമർ പ്ലസ് ഐ എൻ ജി. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം? ഇത് കണ്ടിന്യൂസ് ഫോം ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് വന്നു, സിംഗുലർ. ഈസ് ഈ സാമർ പ്ലസ് വർക്കിംഗ് ഐ എൻ ജി, ഈസ് പ്ലസ് ഐ എൻ ജി. ഓക്കെ, ഹീ ഈസ് വർക്കിംഗ് ഇൻ എ സ്കൂൾ. അവൻ എന്താണ്? അവൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൻ സ്കൂളിലെ സാറാണ്, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതും നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്, കണ്ടിന്യൂസ് പ്രവൃത്തിയാണ്. അവൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ നടക്കുന്ന പറയുന്ന സമയത്താണോന്നൊന്നും നമ്മൾ പറയുന്ന സമയത്താകണമെന്നല്ല, ആള് ഓൾറെഡി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ കണ്ടിന്യൂറ്റിയെ കാണിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതെന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്ത മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നുണ്ട്. എന്താണ്? ഒരു ഫ്യൂച്ചർ ആക്ഷൻ. ഓക്കെ, ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യം പ്ലാൻഡ് ഓർ ഓൾറെഡി അറേഞ്ച്ഡ്. ഓക്കെ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അറേഞ്ച്ഡ്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ രണ്ട് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നുണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് ടെൻസും ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യം, പക്ഷെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യാൻ പോണ്? നാളെ കേരളത്തിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഓൾറെഡി പ്ലാൻഡ് ആണ്. അത് സിമ്പിൾ പ്രസന്റിലും പറയാം, അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസിലും പറയാം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ എക്സാമ്പിൾ പറഞ്ഞുതരാം.
മൈ ഡോട്ടർ ഈസ് അറൈവിങ് ടുമാറോ. ഓക്കെ, നാളെ ആര് വരും? എൻ്റെ ഡോട്ടർ വരും. ഇവിടെ ടുമാറോ കണ്ടോ, ഈസ് ING, ഈസ് അറൈവിങ് ടുമാറോ. നാളെ എൻ്റെ ഡോട്ടർ വരും, നാളെ എൻ്റെ മക്കൾ വരും. ഓക്കെ ഓക്കെ, ഇവിടെ പറയുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മറ്റേടത്ത് നമ്മൾ എന്താ പറഞ്ഞ, പ്രൈം മിനിസ്റ്റർ നാളെ ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നു അങ്ങനെയാ പറയാം. ഇവിടെ എന്നാണ് നമ്മൾ നാളെ ഇന്നാളും വരും അല്ലെങ്കിൽ നാളെ ഇന്ന പ്രവൃത്തി നടക്കും, ആ ഒരു സെൻസിലാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഓക്കെ, സോ മൈ ഡോട്ടർ ഈസ് അറൈവിങ് ടുമാറോ, ഈസ് പ്ലസ് ING. സോ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആണ്. ഓക്കെ, സോ ദേ ആർ ഗോയിങ് കോട്ടയം ടുമാറോ. നാളെ അവരെന്താ, ദേ വന്നതുകൊണ്ട്, ദേ പ്ലൂറൽ ആയതുകൊണ്ട് ആറ് വന്നു. കണ്ടോ, ഈസാമാർ പ്ലസ് ING, ദേ ആർ ഗോയിങ് കോട്ടയം ടുമാറോ. നാളെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കോട്ടയത്ത് പോകാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, മാറ്റമൊന്നുമില്ല. സോ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം, പക്ഷെ ഓൾറെഡി പ്ലാൻഡ് ആണെങ്കിൽ നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓൾവേസ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് പ്രയോറിറ്റി. സിമ്പിൾ പ്രസന്റ് നിങ്ങളുടെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറയുന്നത്, സോറി ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ കീവേഡ്സ് ആണ്. ഓക്കെ, നമ്മൾ കീവേഡ്സ് പഠിക്കുക. എന്തൊക്കെയാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ കീവേഡ്സ് എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ എന്തൊക്കെ കീവേഡ്സ് ആണ്, എന്തൊക്കെ കീവേഡ്സ് കണ്ടാലാണ് നിങ്ങൾക്ക് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാവാൻ. നൗ. ഓക്കെ, നൗ കണ്ടു കഴിഞ്ഞാട്ടെ, ആ ഒരു സെന്റൻസിൽ നൗ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എന്ത് തന്നെ ആയിരിക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നൗ, റൈറ്റ് നൗ. ഓക്കെ, പിന്നെ പ്രസന്റ്ലി, അറ്റ് പ്രസന്റ്. ഓക്കെ, ഫോർ ദ ടൈം ബീയിങ്, കറന്റ്ലി. ഓക്കെ, അറ്റ് ദ മൊമെന്റ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നടക്കുന്ന പ്രവൃത്തി, അറ്റ് ദ മൊമെന്റ്. ഓക്കെ, അറ്റ് ദ പ്രസന്റ്, നൗഎഡേയ്സ്, ദിസ് ഇയർ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ കീവേഡ്സ് എന്ന് പറയാം. നിങ്ങൾ കീവേഡ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ രണ്ട് കാര്യം പഠിക്കുക, റൂട്ട് ഫോമും കീവേഡും പഠിക്കുക. റൂട്ട് ഫോം എന്താണ്, സബ്ജക്ട് പ്ലസ് ഈസാമാർ പ്ലസ് വെർബ് പ്ലസ് ING. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഈസാമാർ പ്ലസ് ING എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് കണ്ടിന്യൂസ് ഫോംസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ING ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് റൈറ്റ് നൗ. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തല്ല നടക്കുന്നത്, പക്ഷെ ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ആണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്ത് ജീവിക്കുകയാണ്, ഞാൻ കൊല്ലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ പറയുന്ന സമയത്തൊന്നും അല്ല. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ പറയുന്ന സമയത്തല്ല, ഞാൻ സ്കൂളിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അതിൽ നമ്മൾ സിമ്പിൾ പ്രസന്റിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇതിന്റെ കീവേഡ്സ് പഠിക്കുക. നൗ, റൈറ്റ് നൗ, പ്രസന്റ്ലി, അറ്റ് പ്രസന്റ്ലി, ഫോർ ദ ടൈം ബീയിങ്, കറന്റ്ലി, അറ്റ് ദ മൊമെന്റ്, അറ്റ് ദ പ്രസന്റ്, നൗഎഡേയ്സ്, ദിസ് ഇയർ. സോ ഈ കീവേഡ്സ് ഒക്കെ ഈ സെന്റൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസിലുള്ള സെന്റൻസ് ആണെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, സ്റ്റാറ്റിക് വേർഡ്സ്. സ്റ്റാറ്റിക് വേർഡ്സ് എന്ന് പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ്സ് ആണ്. ഓക്കെ, സോറി, സ്റ്റാറ്റിക് വേർഡ്സ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. നിങ്ങൾ എന്താണ് സ്റ്റാറ്റിക് വേർഡ്സ് എന്ന് പഠിക്കുക. കാരണം എക്സാംസിന് സ്റ്റാറ്റിക് വേർഡ്സ് ഇട്ടിട്ട് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തരും. അപ്പൊ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും, സ്റ്റാറ്റിക് വേർഡ് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉള്ളതാണെന്ന് വിചാരിച്ചു നമ്മൾ അത് വെച്ചിട്ട് ഓപ്ഷൻ കണ്ടുപിടിക്കും. ബട്ട് സ്റ്റാറ്റിക് വേർഡ്സ് ഒരിക്കലും പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ് സ്റ്റാറ്റിക് വേർഡ്സ് ഉപയോഗിക്കാത്തത്? സ്റ്റാറ്റിക് വേർഡ്സ് എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ആണ്, പേര് പോലെ തന്നെ എന്തെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കാണിക്കുന്ന വേർഡ്സ് ആണ് സ്റ്റാറ്റിക് വേർഡ്സ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ കണ്ടിന്യൂസിൽ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് പ്രവൃത്തികളാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്താണ് സ്റ്റാറ്റിക് വെർബ് എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റിക് വെർബ് അല്ല കേട്ടോ, വേർഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെർബ്സ്. എന്താണ് സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറഞ്ഞാല്?
നമ്മൾക്ക് സ്റ്റാറ്റിക് വെർബ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഇമോഷൻ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ ഇതിനൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെർബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ തിങ്ക്, ബിലീവ്, ഓക്കെ, പിന്നെ സെയിം, ഫീൽ, ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റാറ്റിക് വെർബ്. നിങ്ങൾക്ക് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിലീവ്, നിങ്ങളുടെ വിശ്വാസത്തിനെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. സെയിം, നിങ്ങൾ കാണുന്ന ഒരു കാര്യത്തിന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഫീൽ ചെയ്യുന്ന കാര്യത്തിന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഭൗതികമല്ലാത്ത, അതായത് ഫിസിക്കൽ അല്ലാത്ത കാര്യങ്ങളെ, ഓക്കെ, നമ്മുടെ ഇമോഷൻസിന് ഇതിനെയൊക്കെ കാണിക്കുന്ന വെർബ്സ് ആണ് സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐ ആം, ഐ ഹാവ്, ഓക്കെ, ഇതിനൊന്നും നമുക്ക് ഐ ആം, ഞാൻ ഇതാകുന്നു അല്ലെങ്കിൽ എനിക്കിതുണ്ട് എന്നൊന്നും നമുക്ക് സ്റ്റാറ്റിക് മീൻസ് ഇമോഷണലി കാണിക്കാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ വെർബുകളാണ് നമ്മൾ സ്റ്റാറ്റിക് വെർബുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് വെർബ് ചില സമയങ്ങളിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഫോമിൽ ഇട്ട് തരാറുണ്ട്. സാധാരണ സ്റ്റാറ്റിക് വെർബുകൾ കണ്ടിന്യൂസ് ഫോമിൽ തരാറില്ല. പക്ഷേ ചില കേസുകളിൽ നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സ്റ്റാറ്റിക് വെർബ് ഇട്ട് തരാറുണ്ട്. അത് നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. സ്റ്റാറ്റിക് വെർബ് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്റ്റാറ്റിക് വെർബിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഓക്കെ, എക്സാമ്പിൾ സീ, സ്മെല്ല്, ഫീല്, ഓക്കെ, ടേസ്റ്റ്, പിന്നെ സെയിം, സൗണ്ട്, ഓക്കെ, ലുക്ക്, സെൻസ്, ഹിയർ, ഓക്കെ. സോ ഇതൊക്കെയാണ് സ്റ്റാറ്റിക്. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കാണിക്കുന്ന വെർബുകളാണ് സ്റ്റാറ്റിക് വെർബ് എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ടേക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട്. ലവ്, ഹേറ്റ്, പിന്നെ ഡൗട്ട്, ഫീൽ ഓൾറെഡി പറഞ്ഞു, ബിലീവ്, നീഡ്, ഓക്കെ, പിന്നെ അപ്പിയർ, പ്രിഫർ, അണ്ടർസ്റ്റാൻഡ്, ഇതൊക്കെ സ്റ്റാറ്റിക് വെർബുകളാണ്. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റാറ്റിക് വെർബുകളെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, ഈ സ്റ്റാറ്റിക് വെർബിന്റെ പ്രത്യേകത കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കില്ല എന്ന് വെച്ചാൽ എന്തില്ല, ഇവർക്ക് ING ഫോംസ് ഇല്ല, അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സ്റ്റാറ്റിക് വെർബുകളെ നമ്മൾ ഒരിക്കലും ING ഫോമിൽ ഉപയോഗിക്കില്ല. ലവിങ് എന്ന് പറയുമെങ്കിലും നമ്മൾ ഒരിക്കലും ലവിന്റെ കൂടെ ING ഉപയോഗിച്ച് കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കില്ല. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷീ ഈസ് റിയലി ലൈക്കിംഗ് ഹിം. ഓക്കെ, ഇത് നോക്കിയേ, ഷീ ഈസ് റിയലി ലൈക്കിംഗ് ഹിം. ലൈക്ക് എന്ന് പറയുന്നത്, ഓക്കെ, ലൈക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് വെർബാണ്. ഇവിടെ നമ്മൾ എന്തിൽ ഉപയോഗിക്കില്ല, കണ്ടിന്യൂസ് ഫോമിൽ ലൈക്ക് നമ്മൾ ഉപയോഗിക്കില്ല. കണ്ടിന്യൂസ് ഫോമിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ING ആണ് കണ്ടിന്യൂസ് ഫോമിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ING എന്ത് ഉപയോഗിക്കില്ല, സ്റ്റാറ്റിക് വെർബിൽ ഉപയോഗിക്കില്ല. അപ്പൊ ലൈക്കിന്റെ കൂടെ ING ചേർത്ത് ലൈക്കിങ് നമ്മൾ ഒരിക്കലും എഴുതില്ല, ഇത് തെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് എന്താണ്, റോങ് സെന്റൻസ് ആണ്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കില്ല. ഓക്കെ, പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഷീ റിയലി ലൈക്സ് യു എന്നേ പറയുള്ളൂ. ഓക്കെ, ഇതെന്താണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ്, കാരണം എന്താണ്, ലൈക്ക് ആണ്. ഓക്കെ, ലൈക്സ് ആണ്, സോറി, ലൈക്സ്, ഷീ റിയലി ലൈക്സ് യു, ലൈക്സ് ആണ്. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഒരിക്കലും എന്തിൽ ഉപയോഗിക്കില്ല, കണ്ടിന്യൂസ് ഫോംസിൽ ഉപയോഗിക്കില്ല. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷീ, ഓക്കെ, ഷീ ഈസ് seeming happy at the moment. ഓക്കെ, ഇതൊരു സെന്റൻസ് ആണ്. ഓക്കെ, ഇവിടെ സി എന്ന് പറയുന്നത് എന്താ, കാണുക എന്നുള്ളതാ. സി ഒരിക്കലും എന്തിലില്ല, സി ഒരു സ്റ്റാറ്റിക് വെർബാണ്. അതൊരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കില്ല. കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കുന്നത് എന്താണ്, ING ഫോം ചേർത്തിട്ടാണ്. അപ്പൊ ഇവിടെ സീമിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിക്കില്ല, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് എന്താണ്, മൊത്തത്തിൽ തെറ്റാണ്. നമ്മൾ ഒരു കണ്ടിന്യൂസ് ഫോമിൽ ഇത് ഉപയോഗിക്കില്ല. പകരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്, she seems happy at the moment. Okay, so ഇത്രയേ ഉള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. നമുക്കൊരു 2 ക്വസ്റ്റ്യനും കൂടെ നോക്കാം പ്രസന്റ് കണ്ടിന്യൂസിന്റെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, we cannot go out now because it dash. Okay, we cannot go out now because
ഡാഷ്. ഓക്കെ, എ എന്ന് പറയുന്നത് വിൽ ബി റെയിനിങ്, ബി എന്ന് പറയുന്നത് വാസ് റെയിനിങ്, സി എന്ന് പറയുന്നത് ഈസ് റെയിനിങ്, ഡി എന്ന് പറയുന്നത് ഹാഡ് ബീൻ റെയിനിങ്. എന്തായിരിക്കും ആൻസർ വരാ? നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ്. ഓക്കെ, ഇവിടെ കീവേഡ് എന്താ? നൗ ആണ്. നൗ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എന്താണ്? കണ്ടിന്യൂസ് ഫോം ആണ്, അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയ ഓപ്ഷനിലെല്ലാം എന്തുണ്ട്? ING തന്നിട്ടുണ്ട്. സോ ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഓപ്ഷനിലെല്ലാം ING തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഇത് ഏതോ ഒരു കണ്ടിന്യൂസ് ഫോമിനെ കാണിക്കുന്നതാണ്. ഇനി അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണോ എന്ന് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. എന്തായാലും കണ്ടിന്യൂസ് ഫോം ആണ്. അതുകൊണ്ടല്ലേ എല്ലാത്തിലും ING വന്നിട്ടാണ് ഓപ്ഷൻ എൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയണം. ഇവിടെ കീവേഡ് നമ്മൾ നോക്കുന്നത് നൗ ആണ് വന്നിരിക്കുന്നത്. നൗ എന്തിന്റെ കീവേഡ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്ത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിനെ കാണിക്കുന്ന എന്തായിരിക്കും? ഈസ് ആർ പ്ലസ് ING ആണ്. ഓക്കെ, അപ്പം വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഈസ് റെയിനിങ്. ഓക്കെ, ഈസ് ആർ പ്ലസ് ING, ഇറ്റ് ഈസ് റെയിനിങ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Ram and Gopu. Okay, Ram and Gopu dash now. Okay, A എന്ന് പറയുന്നത് slept, B എന്ന് പറയുന്നത് were sleeping. Okay, C എന്ന് പറയുന്നത് had slept, D എന്ന് പറയുന്നത് are sleeping. എന്തായിരിക്കും ഓപ്ഷൻ വരിക? രാമും ഗോപുവും എന്താണ്? ഇപ്പൊ ഉറങ്ങുകയാണ്. ഓക്കെ, നൗ വന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ആണ് വരിക. അപ്പം ആർ സ്ലീപ്പിംഗ്, ഇതാണ് ആൻസർ വരിക. ഓക്കെ, സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടെൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത പ്രസന്റിന്റെ 2 ടെൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ടെൻസ് നന്നായിട്ട് പഠിക്കുക. ടോട്ടൽ നമുക്ക് 12 ടെൻസ് ഉണ്ട്. ഓക്കെ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ആണ് പ്രധാനമായിട്ടുള്ള 3 ടെൻസ്. അവർക്ക് 4 ഡിവിഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. വെർബും നൗണും തമ്മിൽ എസും എസ് ഇല്ലാത്തപ്പോഴുള്ള വ്യത്യാസം പഠിക്കുക. വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാനും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പ്രസന്റ് ടെൻസ് പഠിക്കുക. എല്ലാത്തിൻ്റെയും കീവേഡും റൂട്ട് ഫോമും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.